പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നു. വ്യഭിചാരം എന്ന വലിയ തിന്മയിലേക്ക് പോകരുത്. അതുപോലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടും ഈശോ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും വിശുദ്ധി ശരീരത്തിൻ്റെ വിശുദ്ധിയുമായും ശരീരത്തിൻ്റെ വിശുദ്ധി ആത്മാവിൻ്റെ വിശുദ്ധിയുമായും അഭേദ്യമാം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ്യഭിചാരത്തെയും വിവാഹമോചനത്തെയും സംബന്ധിച്ച് പറയുന്നിടത്ത് ഈശോ പറയുന്നു, മനുഷ്യർ വില കൊടുക്കുന്നതും പ്രാധാന്യം കൽപ്പിക്കുന്നതും ഒരുപക്ഷെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, പുറമേയുള്ള കാര്യങ്ങളായിരിക്കാം. എന്നാൽ ദൈവം കൂടുതലായി ശ്രദ്ധിക്കുന്നത് ഉള്ളിൽ, ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് വ്യഭിചാരം ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യം, വിവാഹമോചനം രണ്ടുപേർ പുറമെ പിരിയുന്നതായി കാണുന്ന ഒരു കാര്യം. പക്ഷെ അതിൻ്റെ എല്ലാം തുടക്കം, അല്ലെ അതിൻ്റെ യഥാർത്ഥ പ്രഭവസ്ഥാനം അത് ഹൃദയമാണ്. ഹൃദയത്തിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. ഈശോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ തന്നെ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ സ്വീകരിക്കുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. ഇത് രണ്ടും ഹൃദയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആസക്തിയോടെ നോക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ വിവാഹിതരായിരുന്നവര് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നത് ഹൃദയത്തിലാണ്. പാപം സത്യത്തിൽ തുടങ്ങുന്നത് അവിടെയാണ്. അതാണ് ഒഴിവാക്കേണ്ട ഭാഗമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത് പറയുന്നത്. ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും പ്രാർത്ഥന സുവിശേഷത്തിൽ പ്രസിദ്ധമാണ്. ഫരിസേയൻ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പുകഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനാകട്ടെ ദേവാലയത്തിന്റെ പിന്നിൽ ഏറ്റവും അവസാന ഭാഗത്ത് പോയി നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മുട്ടിന്മേൽ നിന്ന് മാറത്തടിച്ചു പ്രാർത്ഥിച്ചു. സഭാപിതാവായ വിശുദ്ധ അപ്പറയും പറയും, ചുങ്കക്കാരൻ തൻ്റെ പാപങ്ങളുടെ തുടക്കസ്ഥാനമായ ഹൃദയത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടാണ്, അവിടെ പരിഹാരം ചെയ്തുകൊണ്ടാണ് അവൻ പ്രാർത്ഥന നടത്തിയത്. ആ പ്രാർത്ഥനയാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമായത്. ഹൃദയത്തിൽ ഉണ്ടാവേണ്ട മാറ്റമാണ് ഈ കാലത്തിൽ പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പ്രധാനമായിട്ട് കരുതാനും, പാപത്തിൻ്റെ തുടക്കം അവിടെയാണ് എന്ന ബോധ്യത്തിൽ മോശമായ ചിന്തകളോ വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കേടോ അങ്ങനെ ഹൃദയവുമായി ബന്ധപ്പെട്ട് പാപം തുടങ്ങുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കാനും പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പുറമേ നടക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ തുടങ്ങുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ ചിന്തയിൽ വരുമ്പോൾ തന്നെ പാപസാഹചര്യങ്ങളെ അകറ്റി നിർത്താനുള്ള വലിയ കൃപയും ആത്മീയ ബലവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.